പറഞ്ഞാൽ അത് റബ്ബിന് പങ്കുകാരെ സ്ഥാപിക്കലാണ്. ഖുർആൻ പറയുന്നു, ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദാ, നിങ്ങൾ അല്ലാഹുവിന് പങ്കുകാരെ സങ്കൽപ്പിക്കരുത്, നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. അല്ലാഹ്ക്ക് സമനാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹയെ പോലെ മറ്റൊരല്ലാ എന്ന് പറയൽ മാത്രമാണോ? അങ്ങനെ പറയുന്നവര് ലോകത്തില്ല. അല്ലാഹയെ പോലെ ഒരല്ലാ എന്ന് പറയുന്നവരില്ല. എന്നാലോ അല്ലാഹ് കേൾക്കും പോലെ കേൾക്കുമെന്ന് പറയുന്നവരുണ്ട്, അല്ലാഹ് കാണും പോലെ കാണുമെന്ന് പറയുന്നവരുണ്ട്, അല്ലാഹ് അറിയും പോലെ അറിയും എന്ന് പറയുന്നവരുണ്ട്. അതേ, ഈ തൃശൂർ ജില്ലയിലെ ഒരു ഗ്രാമീണ പ്രദേശത്ത് വെച്ച് അല്ലാഹുവേ രക്ഷിക്കണേ എന്ന് ഞാൻ എന്റെ റബ്ബിനെ അങ്ങ് വിളിക്കുമ്പോ എന്റെ മനസ്സിന്റെ വിശ്വാസം എന്താണ്? എന്നെ പടച്ച നാഥൻ എന്നെ ആ വിളിച്ച നേരത്തും അല്ലാത്ത നേരത്തുമൊക്കെ എന്നെ കാണുന്നവനാണ്. എന്നെ കാണാത്തൊരു സമയമില്ല. എന്റെ റബ്ബ് ഉറങ്ങൂല. ഉറക്കം പോയിട്ട് ഒരു മയക്കം പോലും എന്റെ റബ്ബിനെ ബാധിക്കൂല. അതേ, ഞാൻ എവിടെ വെച്ച് എപ്പോൾ ഏത് ഭാഷയിൽ ഏത് സമയത്ത് വിളിച്ചാലും എന്റെ റബ്ബെന്നെ കാണുന്നു, എന്റെ റബ്ബന്റെ ശബ്ദം കേൾക്കുന്നു, എന്റെ റബ്ബന്റെ മനസ്സ് അറിയുന്നു. എന്റെ റബ്ബിന് എന്റെ വിഷമങ്ങൾ തീർക്കാൻ എത്രയും കഴിവുള്ളവനാണ്. അവന്റെ ഖജാന കൊടുത്താൽ തീരാത്തത്ര ഖജാനയാണ്. അതേ, ലോകത്ത് ആര് ഭീഷണിപ്പെടുത്തിയാലും, ആര് അന്നം മുടക്കുമെന്ന് പറഞ്ഞാലും, ആര് മഖ്ബറ മുടക്കുമെന്ന് പറഞ്ഞാലും, ആര് വെള്ളം തടയുമെന്ന് പറഞ്ഞാലും പടച്ച റബ്ബിന്റെ ഖജാന കാലിയല്ലല്ലോ. അവന്റെ റിസ്ക് വറ്റിപ്പോവുകയില്ലല്ലോ. അവന്റെ അനുഗ്രഹത്തിനൊരു കുറവുമുണ്ടാവില്ലല്ലോ. അതെ, അത് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത് വിശ്വസിച്ചുകൊണ്ടാണ് അവനോട് തേടുന്നത്. ആ വിശ്വാസത്തോടെ റബ്ബിൽ തവക്കുലാക്കുന്നവന്റെ മുമ്പിൽ ഒരു ഭീഷണിയും വിലപ്പോകില്ല. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ തിരിച്ചു വരാമെന്ന ഓഫർ കൊടുത്തൊരു മുസ്ലിമും പുറത്തിറങ്ങാറില്ല. മനസ്സിലാക്കിക്കോ. വീട്ടിൽ നിന്നിറങ്ങുമ്പോഴെന്താ മുസ്ലിം ദിക്ർ ചൊല്ലുന്നത്? ബിസ്മില്ലാ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ഇറങ്ങുന്നു. അതേ, തവക്കൽതു അലല്ലാഹ്, എന്റെ എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എല്ലാ കഴിവും പവറും നിനക്കാ റബ്ബേ. എന്തും സംഭവിക്കാം, നീയാണ് രക്ഷാധികാരി. അത് വിശ്വസിക്കുന്നവര് മുസ്ലിം. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവിടുന്ന് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് അതുപോലെ തന്നെ ഉഹദിലെ പ്രയാസം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു പോരുമ്പോ പലരും വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, അതേ, നിങ്ങൾക്കെതിരെ ശക്തമായ ജനങ്ങൾ ഇതാ സംഘടിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമും അനുയായികളും പറയുന്നു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. അതെ, ആ ദിക്റാണ് മുസ്ലിമേ നമ്മുടെ കരുത്ത്. ആ ദിക്റാണ് മുസ്ലിമേ മുസ്ലിമിന്റെ പിൻബലം. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും മുസൽമാൻ ദിക്ർ ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. അത് ഈ സമൂഹത്തോട് കൃത്യമായി പഠിപ്പിക്കുന്നവരാണ് മുജാഹിദുകൾ. അവരുടെ ഖുതുബകളിലൂടെ, അവരുടെ ലേഖനങ്ങളിലൂടെ, അവരുടെ പ്രഭാഷണങ്ങളിലൂടെ, രാജ്യത്തിനകത്തും പുറത്തുമുള്ള അവരുടെ പ്രഭാഷണങ്ങളിലൂടെ, ക്ലാസുകളിലൂടെ ജനങ്ങൾക്കതാ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ പകർന്നു കൊടുക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് ചെയ്യുന്ന മുജാഹിദുകളെ കുറിച്ചാണോ സഹോദരാ നീ തെറ്റിദ്ധരിച്ചത്? ഇവര് ദിക്ർ വിരോധികളാണ്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാ, നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതാ. എന്നാ എന്തേ ഇങ്ങനെ പറയാൻ കാരണം? ചില ദിക്റുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതെന്താ ദിക്റുകൾ? ചിലരതാ ദിക്ർ എന്ന് പറഞ്ഞിട്ട് ചില ഒച്ചയുണ്ടാക്കുന്നു. ഹാ ഹീ ഹൂ ഹം എന്ന് പറയുന്നു. ലാ ലാ എന്ന് ദിക്ർ ചൊല്ലുന്നു. അല്ലാ അല്ലാ, ഇല്ല ഇല്ല, ആഹ് 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 എന്നൊക്കെ ചില അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. വേറെ ചില ആളുകൾ വേറെയും ചില ദിക്ർ ചൊല്ലുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്ലിമിന് പരിചയമുള്ള ദിക്റാണെങ്കിൽ ഇവരിതാ ചില ദിക്റുകൾ പ്രചരിപ്പിക്കുന്നു. ലാ ഐന ഇല്ലല്ലാഹ്, അതിന്റെ അർത്ഥം മലയാളത്തിൽ അവർ തന്നെ എഴുതിവിട്ടു. തൃശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച് പുറത്തിറക്കിയ പുസ്തകത്തിൽ അവര് തന്നെ എഴുതിവിട്ടു. അതെ, 1000 വട്ടവും 1,00,000 വട്ടവും ഒക്കെ ചൊല്ലേണ്ട ദിക്ർ ലാ കണ്ണയില്ലല്ലാ, ലാ മൂക്കയില്ലല്ലാ, ലാ നാക്കയില്ലല്ലാ. അതെ, ചുമ പിടിച്ച് കഷ്ടപ്പെടുന്ന ഒരാള് സമീപിച്ചപ്പോൾ അയാള് മരുന്നായിട്ട് പറഞ്ഞു കൊടുത്ത ദിക്ർ എന്താണ്? 1,00,000 വട്ടം നീ ഉറക്കമൊഴിച്ചിരുന്നിട്ട് ലാ കുരയില്ലല്ലാ എന്ന് ചൊല്ലിക്കോ എന്ന് പച്ച മലയാളത്തിൽ എഴുതിവിട്ട തൃശൂർ ജില്ലയിൽ നിന്നുകൊണ്ടായി ഉള്ളവൻ സംസാരിക്കുന്നത്.
ഈ ദിക്ർ മുജാഹിദ് അംഗീകരിക്കൂല. ഇത് ഞങ്ങൾ ചൊല്ലൂല, ഇത് ചൊല്ലാൻ ഞങ്ങളെ കിട്ടൂല, ഒരു മുസ്ലിമിനെ കിട്ടൂല. ഇത് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ ദിക്ർ വിരോധികളെങ്കിൽ 1000 വട്ടം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സംവദിക്കുന്നു. നിങ്ങളെ പറയുന്ന ദിക്റിൽ ഞങ്ങളില്ല. ഞങ്ങൾക്ക് ദിക്ർ പഠിപ്പിച്ച നേതാവ് അതേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ആ മുത്ത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഞങ്ങൾക്കേതിനും ഞങ്ങൾ മാതൃകയാക്കുന്ന മുസ്ലിമീങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതേ 63 കൊല്ലം അവിടുന്ന് ഈ ലോകത്ത് ജീവിച്ചില്ലേ? നബിയായതിന്റെ ശേഷവും 22 ചില്ലാനം കൊല്ലം ജീവിച്ചില്ലേ? ഒരിക്കലെങ്കിലും അവിടുന്ന് നിങ്ങൾ ഈ ചൊല്ലുന്ന പൊട്ടൻ ദിക്ർ ലാ ലാ അല്ലാ അല്ലാ ഇല്ലാ ഇല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ നിങ്ങൾ പോരിശയായി പറയുന്ന, തെറ്റില്ലെന്ന് പറയുന്ന ആ ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല. അങ്ങനെ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അവിടുന്ന് പഠിപ്പിച്ചതൊക്കെ ഗ്രന്ഥത്താളുകളിൽ സുലഭമാണ്. അതേ സ്വഹാബത്ത് കേട്ടവരാണ്, താബിഈങ്ങൾ കേട്ടവരാണ്, തബഉ താബിഈങ്ങൾ കേട്ടവരാണ്, ഇമാമീങ്ങൾ കേട്ടവരാണ്. അവരിലൂടെയൊക്കെ അതേ കണ്ണിമുറിയാത്ത പരമ്പരയിലൂടെ കൃത്യമായ സനദോടുകൂടി അതേ നിങ്ങൾ ഇന്ന് കൊണ്ട് നടക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെന്ന് പറഞ്ഞ് വെള്ളത്തിലിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന, ലക്ഷങ്ങൾ വാരാൻ വേണ്ടി കെട്ടിടം പണിയാൻ ഉദ്ദേശിക്കുന്ന അത്തരത്തിലുള്ള മുടികളുമായി നടക്കുന്നത് പോലെയല്ല മുജാഹിദ് പ്രസ്ഥാനം. അങ്ങനെയല്ല തെളിവ് പറയൽ. മുജാഹിദുകൾ ഒരു കാര്യം പറയുമ്പോൾ റസൂലുള്ളാഹിയിൽ നിന്ന് ആർക്ക് കിട്ടി, അവിടെ നിന്ന് ആർക്ക് കിട്ടി, അവിടെ നിന്ന് ആർക്ക് കിട്ടി, അതേ അവരുദ്ധരിക്കുന്ന കിതാബ് വരെയുള്ള സനദങ്ങ് പറഞ്ഞിട്ടല്ലാതെ ആ ഹദീസ് പറയില്ല, അത് അംഗീകരിക്കില്ല, അത് സ്വീകരിക്കൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്താണ്. ജീവനേക്കാൾ സ്നേഹിക്കേണ്ടതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ. സ്വന്തത്തെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള എല്ലാവരെക്കാളും നബിതങ്ങളെ സ്നേഹിക്കുന്നത് വരെ മുഅ്മിനല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിരുന്ന ആശയമാണ്. അതാ മുജാഹിദുകൾ ജനത്തോട് പറയുന്നത്. എന്നിട്ടാ ഞങ്ങളെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത് സാധാരണ ജനങ്ങളോട്? എന്ത്? കേട്ടുപോകരുത്, അവര് ദിക്ർ വിരോധികളാണ്, കേട്ടുപോകരുത്, അവര് സ്വലാത്ത് വിരോധികളാണ്, കേട്ടുപോകരുത്, അവർ റസൂലുള്ളാഹിനെ തെറി വിളിക്കുന്നവരാണ്. എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും മുസ്ലിയാക്കളെ നിങ്ങൾക്ക്? എത്ര കാലം നിങ്ങൾക്ക് കഴിയും? സാധ്യമല്ല, സാധ്യമല്ല. അല്ലാഹുവിന്റെ ദീൻ അത് അള്ളാന്റെ ദീനാണ്. അത് ഇന്നൊരാൾ പോയാൽ നാളെ വരും, അയാൾ പോയാൽ മറ്റന്നാൾ വേറൊരാൾ വരും. പടച്ച റബ്ബിന്റെ ദീനത് ഖിയാമത്ത് നാൾ വരെ അവൻ നിലനിർത്തും. അള്ളാന്റെ ഈ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താമെന്ന് ഒരാളും സ്വപ്നം കാണണ്ട. അതേ ഈ ശക്തമായ ഈ മലവെള്ളപ്പാച്ചില് ഒരു ഗ്ലാസ് വെള്ളം മുക്കിയിട്ട് തടുത്തു നിർത്താമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ, അതേ പകൽ സമയത്ത് കത്തിത്തിളങ്ങുന്ന സൂര്യന്റെ നേർക്ക് ഒന്ന് ഊതിക്കെടുത്തിയിട്ട് ആ സൂര്യന്റെ പ്രഭയങ്ങ് മായ്ച്ചു കളയാം എന്ന് ഏതെങ്കിലും പൊട്ടൻ വിചാരിക്കുന്നത് പോലെയല്ലാതെ റബ്ബ് പറഞ്ഞില്ലേ, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അവരുടെ വായകൾ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ആഗ്രഹിക്കുകയാണ്. സാധ്യമല്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഇവൻ നമ്മൾ ദിക്ർ വിരോധികളാണെന്നല്ലേ പറയുന്നത്? ഉള്ള ദിക്റുകൾ ഒട്ടും നമ്മൾ എതിർത്തിട്ടില്ല. എതിർത്തത് ഏത് ദിക്റാണെന്ന് നാം പറഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്ക്, ഇനി മനസ്സിലാക്കിക്കോ. അടുത്ത ആരോപണം എന്താണ്? മുജാഹിദിന്റെ ഒന്നും കേട്ടുപോകണ്ട. കാരണം അവർ മരിച്ചുപോയ അമ്മാക്കും ബാപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കൂല. മരണം നടന്നു കഴിഞ്ഞാൽ അവർ മയ്യത്തിന്റെ സമീപത്ത് വെച്ചതാ പത്രം വായിക്കും, പേപ്പർ വായിക്കും. അവിടെ വെച്ച് അവര് മറ്റു വർത്തമാനങ്ങൾ പറയും. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യൂല, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യൂല. ജനാസ കൊണ്ടുപോകുമ്പോൾ അവർ ദിക്ർ ചൊല്ലൂല. എന്തോ സാധനം കട്ടുകടത്തുന്നത് പോലെ മൗനമായി കൊണ്ടുപോകും. അവര് ഖബറിൽ വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂല എന്നൊക്കെ പ്രചരിപ്പിക്കുന്നില്ലേ? ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്താണ് വസ്തുത? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും കാര്യം. എന്താണ്? മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി എന്തൊക്കെ മുസ്ലിമീങ്ങൾക്ക് ചെയ്യാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ?
അതിൽ ഉറച്ചു നിൽക്കുന്നവരാ മുജാഹിദുകൾ. ഒരാൾക്ക് രോഗം പിടിച്ചു കഴിഞ്ഞാൽ ആ രോഗിയെ സന്ദർശിക്കാൻ പോണ്ടേ? രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മന്ത്രിക്കാനും പഠിപ്പിച്ച മതമായി ഇസ്ലാം. ഇപ്പൊ പറയേ, നിങ്ങൾക്കുണ്ടോ മന്ത്രം? നിങ്ങൾ മന്ത്രവിരോധികളല്ലേ? ഞങ്ങൾ മന്ത്രവിരോധികളല്ല. നിങ്ങളൊന്ന് പഠിക്ക്. എന്താ മുജാഹിദുകൾ എന്ന് പഠിക്ക്. എന്താ മുസ്ലിയാക്കന്മാര് നിങ്ങളോട് വരണ്ടെന്ന് പറയുന്നത്? നിങ്ങൾ ഇതൊക്കെ കേട്ടുപോകില്ലേ? ഇത് കേട്ടാ നാളെ പോയി ചോദിക്കൂലേ? മന്ത്രത്തിന്റെ വിരോധികളാണോ മുജാഹിദുകൾ? അല്ല, മന്ത്രവാദത്തെ ഞങ്ങൾ എതിർക്കുന്നു. ഈ വാദം പിടിച്ച മന്ത്രം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്കില്ല. ആരോഗ്യമുള്ള മന്ത്രം ഞങ്ങൾ ചൊല്ലും. ഏതാ ഈ ആരോഗ്യമുള്ള മന്ത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു രോഗിയെ നീ സന്ദർശിക്കുകയാണെങ്കിൽ, നമുക്ക് കൈവെക്കാവുന്ന ഒരു രോഗിയാണെങ്കിൽ, ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്, അതേ ആ രോഗിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. എല്ലാവർക്കും സുഖപ്പെടുത്തുന്ന റബ്ബ് നീയാണ്. നീയല്ലേ എല്ലാ ബുദ്ധിമുട്ടും നീക്കിക്കളയുന്നവൻ. ജനങ്ങളുടെ രക്ഷിതാവേ, ശിഫ കൊടുക്കണേ, വേദന തീർക്കണേ. രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതിനാർക്കാ എതിർപ്പ്? അല്ലേ? ഒരു ജനാസ കാണുമ്പോ എന്താ വേണ്ടത്? ചിലരൊക്കെ വിചാരിച്ചു ജനാസ കാണാൻ പോകലാ പുണ്യം. ഒരാൾ മരിച്ചാൽ ആ ജനാസ പോയി കാണലാണോ പുണ്യം? ജനാസക്കരികിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദുആ ചെയ്യുന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബി അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായ നേരത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യിത്ത് കിടത്തിയിടത്തേക്ക് അങ്ങ് കയറി ചെന്നിട്ട് അതാ ജനാസക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മഗ്ഫിർ ലി അബീ സലമത വർഫഅ ദറജതഹു ഫിൽ മഹ്ദീൻ എന്ന് തുടങ്ങി അവസാനം വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീ. അബൂ സലമക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, അദ്ദേഹത്തിന് ചെന്നു ചേരാനുള്ള ഖബറിടം വിശാലമാക്കണേ, അവിടെ ലൈറ്റ് കൊടുക്കണേ, ഖബറിന്റെ ഇരുട്ട് നീക്കി പ്രകാശം പരത്തണേ, പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പേരെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് പലരും ഈ സുന്നത്ത് മറന്നിരിക്കുകയാണ്. ജനാസ പോയി കാണലാ പുണ്യമെന്നാ വിചാരിച്ചത്. കണ്ട് വെറുതെ തിരിച്ചു പോരലല്ല. ആ ജനാസയുടെ സമീപത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞോളൂ, മരിച്ച വ്യക്തി ആണാണെങ്കിൽ ആ പേര് പറഞ്ഞോ, പെണ്ണാണെങ്കിൽ ആ പേര് പറഞ്ഞോ, ആരാണെങ്കിൽ ആ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി, ഇന്നയാൾക്ക് വേണ്ടി പടച്ചോനെ പൊറുക്കണേ, ഇന്നയാൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. ഒരു രോഗിയുടെ സമീപത്തോ ഒരു ജനാസയുടെ സമീപത്തോ നിങ്ങൾ ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വെച്ച് നല്ലതിനെ ചോദിക്കണം. നിങ്ങൾ ചോദിക്കുന്ന ദുആകൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ടേ. അത്രയും പുണ്യമുള്ള ആ രൂപത്തിലുള്ള ദിക്റുകൾ, ദുആകൾ മുജാഹിദുകൾ ആരായ എതിർത്തത്? അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരിക്കൽ പോലും ജനാസ കൊണ്ടുപോകുമ്പോൾ അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ദിക്റ് ചൊല്ലിക്കൊണ്ട് കൊണ്ടുപോയിട്ടില്ല. സ്വഹാബത്ത് കൊണ്ടുപോയിട്ടില്ല. മൗനമായിട്ടാണ് ജനാസയുടെ പിന്നാലെ പോകേണ്ടത്. അതേ ഈ മയ്യത്ത് എങ്ങോട്ടാ പോകുന്നത്? ഖബറിലേക്കല്ലേ? ഞാനും കിടക്കേണ്ടവനല്ലേ? എന്റെയും സ്ഥിതി നാളെ ഇതല്ലേ? അതേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഇടക്ക് എത്രയോ ജനാസകൾ നമ്മൾ കണ്ടില്ലേ? വീട്ടിന്റെ മുമ്പിലൂടെ കടന്നുപോയത് കണ്ടില്ലേ? വാഹനത്തിലൂടെ കടന്നുപോയത് കണ്ടില്ലേ? അതിങ്ങനെ കണ്ടവര് ചിന്തിച്ചോ അവരുടെ മനസ്സിൽ? വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ ആമറു മിൻ മൻസിലിൻ ളല്ല ഖാലിയാ വഅൻത ഗദൻ ഔ ബഅദഹു في جوارهم
വഹീദൻ ഫരീദൻ ഫിൽ മഖാബീരി സാവിയാ. കണ്ടില്ലേ മുസ്ലിമേ, നിന്റെ വീട്ടിന്റെ മുന്നിലൂടെ വാഹനത്തിലൂടെ ഏറിയിട്ട് മയ്യത്ത് കട്ടിലേറിയിട്ട് എത്രയോ ജനാസകൾ പോയില്ലേ? പോകുന്നവരെയൊക്കെ നീ നോക്കിയോ? ഏത് മുതലാളിയുടെ കയ്യിലാ താക്കോൽ കോട്ടമുള്ളത്? ഏത് രാജാവിന്റെ കൂടെയാ പണമുള്ളത്? ഏത് മന്ത്രിയുടെ കൂടെയാണ് പണമുള്ളത്? ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. എത്ര വലിയ സ്വർണം ധരിച്ച പെണ്ണാണെങ്കിലും ജനാസ കുളിപ്പിക്കുന്ന നേരത്ത് അവളുടെ ആറ്റുനോറ്റ് മോഹിച്ചുകൊണ്ട് അവളുടെ ചെറുവിരലിൽ അണിഞ്ഞ ഒരു പവൻ തൂക്കം മോതിരമെങ്കിലും അവിടെ കിടന്നോട്ടെ, അവള് കൊണ്ടുപോയിക്കോട്ടെ. ഒരു ഉമ്മയും ഒരു പെണ്ണും അത് വിചാരിച്ച് അതേ കഫൻ പൊതിയുമ്പോൾ കഫൻ പുടവയുടെ കൂട്ടത്തിൽ ആ സ്വർണമോതിരം വെക്കില്ലല്ലോ. അതേ ചീർത്ത് ശരീരമാണെങ്കിൽ പോലും കത്രിക കൊണ്ട് പ്രയാസപ്പെട്ട് മുറിച്ചെടുത്തിട്ടാണെങ്കിലും അവസാനത്തെ ആ പൊന്നിന്റെ തെരിയും ശരീരത്തിൽ എന്ന് നീക്കിയിട്ടല്ലാതെ ഉമ്മാ പെങ്ങളെ നിങ്ങളുടെ ശരീരം കെട്ടിപ്പൊതിഞ്ഞ് മഖ്ബറയിലേക്ക് പോകുന്നുണ്ടോ? ചിന്തിക്കണ്ടേ? ഈ ബോധമാണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ, ജനാസ കാണുമ്പോ, ജനാസയുടെ പിന്നാലെ പോകുമ്പോ മുസ്ലിമിനുണ്ടായിരിക്കേണ്ടത് ഞാനും ഇങ്ങനെ പോകണം, ഞാനും ഇങ്ങനെ പോയി ഖബറിൽ കിടക്കണം. ഈ ചിന്തയോടെ മയ്യത്തിന്റെ പിന്നാലെ മൗനം പാലിച്ചു പോകലായിരുന്നു റസൂലുള്ളാഹിയുടെ പരിപാടി. സ്വഹാബത്ത് അങ്ങനെയാണ് ചെയ്തത്. അതേ ആ നിലക്കുള്ള സമ്പ്രദായം മുസ്ലിം ലോകത്ത് മുജാഹിദുകൾ ചെയ്യുമ്പോൾ കണ്ടോ? അവര് സ്വലാത്ത് വിരോധികളാണ്. അവര് ലാ ഇലാഹ ഇല്ലല്ലാഹയോട് വെറുപ്പാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയോട് വെറുപ്പുണ്ടായിട്ടല്ല, ആ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് ജനാസ കൊണ്ടുപോകണേ. നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ച് തന്നിട്ടില്ലാത്തത് കൊണ്ട്, അത് മാതൃക കാണിച്ച് തന്നിട്ടില്ലാത്തത് കൊണ്ട് അവിടുന്നും സഹാബത്തും അതല്ലേ സുന്നത്ത് ജമാഅത്ത്, അവരല്ലേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. ആ രൂപത്തിലുള്ള ആ സമ്പ്രദായം ലോകത്ത് മുജാഹിദുകൾ നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ്, ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത്, ഞങ്ങൾക്കാണ് പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് ജനാസയുടെ പിന്നാലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചത്തിൽ ദിക്റും ചൊല്ലിക്കൊണ്ട് പോകുമ്പോ അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാ? സുന്നത്ത് ജമാഅത്ത് എന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? അവരുടെ ആ സമ്പ്രദായം പകർത്തണ്ടേ? അതേ ഖബറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മുജാഹിദുകൾ എന്താ പ്രാർത്ഥനയ്ക്ക് എതിരാണോ? ഖബറാളികളോട് പ്രാർത്ഥിച്ചുകൂടാ എന്നല്ലേ മുജാഹിദുകൾ പറയുന്നത്? അതല്ലേ നിങ്ങൾക്ക് ഖബർ സിയാറത്തിന്റെ വിരോധികളാണ് ഞങ്ങളെന്ന് തോന്നാൻ കാരണം? ചിന്തിക്കണം. ഈ നിങ്ങളെന്ന് പറയുമ്പോ മുസ്ലിയാക്കളോടാ പറയുന്നത്. സാധാരണ ജനങ്ങൾ ഇതിന് ഉത്തരവാദികളല്ല. അവരെ ഇവര് പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. അവർക്ക് ഈ ദുഷ്പ്രചരണം നാളെയും തുടരണമെങ്കിൽ നിങ്ങൾ ഇന്നത് കേൾക്കരുതല്ലോ. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞതുപോലെ ലാ തസ്മഉ, കേട്ടുപോകരുതേ എന്നവരിപ്പോഴും പറയുന്നത്. എന്നാലും എത്ര തന്നെ വിലക്കുണ്ടെങ്കിലും സത്യം ഞങ്ങൾ കേൾക്കും, ഞങ്ങൾ കേട്ടേ മതിയാകൂ എന്ന് പറയുന്ന എത്രയോ നിഷ്പക്ഷ മുസ്ലിമീങ്ങൾ ഉണ്ടാകും. കാരണം ഖബറിൽ കിടക്കാൻ മുസ്ലിയാര് കൂടെ വരില്ല, പള്ളിയിലെ ഖതീബ് കൂടെയില്ല. എന്റെ ഖബറിൽ ഞാൻ ഒറ്റക്കാണ്, എന്റെ മഹ്ശറിൽ വിചാരണക്ക് എന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാനാ എന്റെ സമാധാനം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് ഈ ഖുർആൻ അവഗണിക്കാനാകുമോ? നബി തങ്ങളുടെ അധ്യാപനത്തെ കേൾക്കില്ലെന്ന് പറയാനാകുമോ? കേൾക്കരുതെന്ന് പറയാനാകുമോ? പാവപ്പെട്ട മുസ്ലിമേ, ഒന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്ക്. ആരാണ് ഖബർ സിയാറത്തിനെ ഇവിടെ എതിർത്തത്? മുജാഹിദുകൾ ഖബർ സിയാറത്ത് എതിർത്തവരാ? ഖബറിങ്ങൽ പോയിട്ട് സിയാറത്ത് ചെയ്തോളാനല്ലേ നമ്മൾ പറയുന്നത്? അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതല്ലേ? നമ്മുടെ ഉമ്മ മരണപ്പെട്ടാൽ, ഉപ്പ മരണപ്പെട്ടാൽ, ഇനി കുടുംബങ്ങളൊന്നും അല്ലെങ്കിൽ തന്നെ ആളുകളെ മറമാടിയിട്ടുള്ള ഖബർസ്ഥാനിലേക്ക് ചെല്ലുമ്പോൾ അതേ അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും അതേ അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി അല്ലാഹുവിനോട് തേടുവാൻ പുണ്യകർമ്മമായ നിലക്കത് പഠിപ്പിക്കപ്പെടുന്നവരല്ലേ നമ്മൾ? അത് പഠിപ്പിച്ചവരല്ലേ? പഠിപ്പിക്കപ്പെട്ടവരല്ലേ? പഠിപ്പിക്കുന്നവരല്ലേ? അതേ അവസരത്തിൽ ഖബറിങ്ങിലേക്ക് ഇവർ
പോകൂല എന്ന് മുജാഹിദുകളെ കുറിച്ച് ഇവരെന്താ പ്രചരിപ്പിക്കാൻ കാരണം? ഞങ്ങളാരും അതേ ഒരു ഖബറിങ്കലേക്കും ഖബറാളിയോട് തേടാൻ പോകാറില്ല. ഖബറാളിക്ക് വേണ്ടി അല്ലാഹുവോട് തേടാനാണ് പോകേണ്ടത്. അതുപോലെ തന്നെ ഒരു ഖബർ കണ്ടു കഴിഞ്ഞാൽ മരണം ഓർമ്മ വരണം, മഹ്ശർ ഓർമ്മ വരണം, പരലോകം ഓർമ്മ വരണം. ദുനിയാവിലെ എല്ലാ തെമ്മാടിത്തങ്ങളിൽ നിന്നും മോചനം കിട്ടണം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ഖബറിലേക്ക് പോയിക്കോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനത്തെ പിൻപറ്റിക്കൊണ്ട് അതേ സുന്നത്ത് ജമാഅത്ത് അതാണ് പഠിപ്പിച്ചത്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഖബറിൽ പോയാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. എന്താ അവിടുന്ന് പഠിപ്പിച്ചത്? എന്താണ് സ്വഹാബത്ത് പഠിപ്പിച്ചത്? എന്താണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത്? ഒരു ഖബറിന്റെ സമീപത്തെത്തിയാൽ ആ ഖബർ തൊടാൻ പാടില്ല, ചുംബിക്കാൻ പാടില്ല, തടവാൻ പാടില്ല, മുത്തമിടാൻ പാടില്ല, അതിന്മേൽ തുണി മൂടാൻ പാടില്ല, അവിടെ വിളക്ക് കൊളുത്താൻ പാടില്ല, ഒരു ചാണിലപ്പുറം ആരുടെ ഖബറാണെങ്കിലും കെട്ടി ഉയർത്താൻ പാടില്ല. ഈ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഈ മൂന്ന് ഖബറും ഇന്നും മദീനത്തതാ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പണ്ട് താമസിച്ചിരുന്ന റൂമിൽ ഇപ്പോഴും ഭദ്രമായി ഉണ്ട്. ഇന്നൊരാൾക്കും അത് കാണാനാവില്ല. ആർക്കും കാണാനാവാത്ത നിലക്ക് ഭദ്രമായ നിലക്കതാ ആ ഖബറുകൾ അവിടെ സംവിധാനിച്ചു. ഒരു ഖബറും ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടിട്ടില്ല. ആ ഖബറുകൾ കണ്ട നേതാക്കളായ സഹാബത്ത് താബിഈങ്ങൾ അത് പഠിപ്പിച്ചു തന്നതല്ലേ. ആരുടെ ഖബറാണെങ്കിലും മുസ്ലിമേ ഒരു ചാണിലപ്പുറം ഒരു ഖബറും ഉയർത്താൻ പാടില്ല. പിന്നെ എങ്ങനെ കരീമാജിയുടേത് ഉയർത്തും? മറ്റാരുടേതെങ്കിലും ഉയർത്തും, വേറെ ഏതെങ്കിലും പ്രദേശത്ത് ഉയർത്തും. ആരുടേതാണെങ്കിലും പാടില്ലെങ്കിൽ ഒരു ചാണിലപ്പുറം ഒരു ഖബറും ഉയർത്താൻ പാടില്ല. ഇത് മുജാഹിദുകൾ പറയുന്നതല്ല, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന സമ്പ്രദായം അതാണ്. ഖബർ കെട്ടിപ്പടുക്കാൻ പാടില്ല, സിമന്റ് ഇടാൻ പാടില്ല, കുമ്മായമിടാൻ പാടില്ല, വിളക്ക് കൊളുത്താൻ പാടില്ല. അതേ ഖബറുകൾ വിളക്ക് കൊളുത്തുന്ന നിലവിളക്കിന്റെ സംസ്കാരം മുസ്ലിമേ ഏത് ഇസ്ലാമിലാണുള്ളത്? എന്തിനാണ് അവിടെ വിളക്ക് കത്തിച്ചത്? സിയാറത്തിന് വരുന്നവർക്ക് കണ്ണ് കാണേണ്ട ആവശ്യത്തിനാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ പിന്നെ എന്തിനായി ട്യൂബുകള്? എന്തിനാണ് വൈദ്യുത ദീപാലങ്കാരങ്ങള്? എന്തിനാണ് ദാ മണിമണി പോലെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ രാവും പകലും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കെടാവിളക്കുകൾ? എന്തിനവിടെ ലൈറ്റില്ലേ? പിന്നെയും വിളക്ക് കൊളുത്തുന്നത് എന്തിന്? അതേ ഈ ഖബറാളിയുടെ സമീപത്ത് ഞാൻ വിളക്ക് കത്തിക്കാൻ നേർച്ച നേർന്നത് മുതൽ എന്റെ ആവശ്യങ്ങളൊക്കെ ഖബറിൽ കിടക്കുന്ന തങ്ങൾ, ബീവി, ഔലിയ ആരാണെങ്കിൽ അതറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്നെ അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അതാ മഖ്ബറയിലേക്ക് പോവുകയാണ്, തൊടുകയാണ്, തടവുകയാണ്, മുത്തുകയാണ്, ചുംബിക്കുകയാണ്, ഖബറിന്മേൽ വീഴുകയാണ്, ഖബറിന്റെ ചുറ്റും പ്രദക്ഷിണം വെക്കുകയാണ്, അവിടെയുള്ള കൊടിയെ ചുംബിക്കുകയാണ്, അവരെ വിളിച്ച് തേടുകയാണ്, അവരോട് പ്രാർത്ഥിക്കുകയാണ്, അവരോട് കരഞ്ഞ് സങ്കടം പറയുന്നു. ഇത് പാടില്ല. ഈ സിയാറത്ത് ഇസ്ലാമിലില്ല. പറയുമോ സുന്നത്ത് ജമാഅത്തുകാരെന്ന് അവകാശപ്പെടുന്നവരെ? അല്ലാഹുവിന്റെ റസൂൽ ഏത് ഖബറിങ്കലേക്കാ ഈ ആവശ്യാർത്ഥം പോയത്? സഹാബിമാരാരാ ഇപ്പണി ചെയ്തത്? ഏത് സഹാബിമാരാ വിളക്ക് കൊളുത്തിയത്? ഏത് സഹാബിമാരാ ഖബർ ചുംബിച്ചത്? ഏത് സഹാബിമാരാണ് എന്ന് സനദോടെ അതേ സ്വീകാര്യോഗ്യമായ നിലക്ക് നിങ്ങൾ കൊണ്ടു നടക്കുന്ന അതേ വെള്ളത്തിലിട്ട് മുക്കിയാളെ പറ്റിക്കുന്ന ഞങ്ങളുടെ നേതാവിന്റെ മുടിയാണെന്ന് പറഞ്ഞു നടക്കുന്ന മുടിനാര് പോലത്തെ ഹദീസ് പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് അതേ അവിടുത്തെ ഖബറോ സ്വഹാബത്തിന്റെ
ഖബറോ അതേ ഈ രൂപത്തിലാണ് സന്ദർശിക്കപ്പെട്ടതെന്നുള്ളതിന്റെ ശരിയായ നിലക്കുള്ള രേഖകളൊന്ന് ഉദ്ധരിക്കൂ. സാധ്യമല്ല. സുന്നത്ത് ജമാഅത്ത് ഇസ്ലാമിൽ എന്താണ് സിയാറത്തെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സിയാറത്തിലപ്പുറം സിയാറത്തിന്റെ പേരും പറഞ്ഞിട്ട് വിസ കിട്ടാനും വിസ ക്യാൻസിലാവാനും അതേ ശമ്പളം കിട്ടാനും ജോലി കിട്ടാനും കുട്ടിയെ കിട്ടാനും പെണ്ണിനെ കിട്ടാനും അതേ ആൺകുട്ടിയുള്ളവർക്ക് പെണ്ണുകുട്ടിയെ കിട്ടാനും പല രൂപത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ശുഹദാക്കളെ എന്നും പറഞ്ഞ് അവരെയും അല്ലാത്തവരെയും ഒക്കെ ദർഗകൾ തോറും തെണ്ടി നടന്ന് ആ മഖ്ബറകളിൽ പോയി അവരോട് വിളിച്ച് തേടുകയും അവിടേക്ക് നേർച്ചയാക്കുകയും അവരുടെ ഖബർ പിടിച്ച് മുത്തുകയും അവിടെ വെച്ച് സത്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ ഏത് സുന്നത്ത് ജമാഅത്തിലാ ഈ രൂപത്തിലുള്ള കാര്യമുള്ളതെന്ന് മുസ്ലിയാക്കൾ നിങ്ങളെ പറ്റിച്ചത്? നിങ്ങളെ പറ്റിച്ചതാണ്. ഉണരണേ, ചിന്തിക്കണേ മുസ്ലിമേ. ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് മുജാഹിദുകൾ എതിർത്തിട്ടില്ല. പക്ഷേ സിയാറത്തിന്റെ മറവിൽ അവിടെ കൂത്താട്ടമാ നടക്കുന്നത്, അവരോട് തേടുകയാ ചെയ്യുന്നത്. അതേ ആനയും അമ്പാരിയും അതുപോലെ തന്നെ അതാ എല്ലാ രൂപത്തിലുള്ള പ്രശ്നങ്ങളുമായി കൊണ്ട് ചേറ്റുവയിൽ അടുത്ത കാലത്തല്ലേ അപകടമുണ്ടായത്. കൊട്ടും കുരവയും ബാൻഡും വാദ്യമേളങ്ങളും സംഗീതങ്ങളും കുഴൽവിളികളും ഹാർമോണിയവും അതുപോലെയുള്ള മദ്ദളങ്ങളും ചെണ്ടകളും ഒക്കെ ആയിക്കൊണ്ട് സിയാറത്ത് നടത്തുന്നവരെ പറയുമ്പോ പറയും, ആരാ മൗലവി ഇതിനെയൊക്കെ അംഗീകരിച്ചത്? ഞങ്ങളും ഇതിനെതിരാണെന്ന് പറയാൻ സാധ്യമല്ല കേട്ടോ മുസ്ലിയാക്കളെ നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ ഫത്വകളിൽ നിന്നും ജീവിച്ചിരിപ്പുണ്ടേ. അതേ ചെണ്ടക്ക് വിരോധമില്ല, അതേ മദ്ദളത്തിന്, അതേ ബാൻഡ് വാദ്യവുമായി അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗം ആ രൂപത്തിലൊക്കെ കുഴൽവിളിയും ഒക്കെ ആയിക്കൊണ്ട് സിയാറത്തിന് പോകുന്നത് തെറ്റല്ലെന്നും അത് ശറയിൽ വിലക്കപ്പെട്ട കാര്യമല്ലെന്നും അതേ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെന്ന് ഇപ്പോഴും പറഞ്ഞ് ബഹുമാനിക്കുന്ന ആളുകളുടെ ഫത്വകൾ നിങ്ങളുടെ പത്രങ്ങളിൽ എഴുതിവിട്ടിട്ട് നിങ്ങളാണോ പറയുന്നത് ഞങ്ങൾ ഇതിന്റെ എതിരാളികളാണേ എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാവില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് മഖ്ബറകളെ നിങ്ങൾ വ്യവസായമാക്കുകയാണ്. അതേ അവിടെ അത് അനാചാരങ്ങൾ ചെയ്യുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കർമ്മങ്ങൾ പാടില്ല. ഖബറിന്റെ സമീപത്ത് മാന്യമായി പെരുമാറണം. ഒരു ഖബറും ഒരു ചാണിലപ്പുറം ഉയർത്തരുത്, തൊടരുത്, മുത്തരുത്, ചുംബിക്കരുത്, അവരോട് തേടരുത്, അവരോട് വിളിച്ച് കരയരുത്. മറിച്ച് ഖബറിന്റെ സമീപത്ത് അതപോടെ പോയി നിന്ന് അല്ലാഹുവേ ഈ സഹോദരന് പൊറുത്തു കൊടുക്കണേ, എന്റെ ഉമ്മാക്ക് പൊറുക്കണേ, ഉപ്പാക്ക് പൊറുക്കണേ, ഭർത്താവ് പൊറുക്കണേ, ഭാര്യക്ക് പൊറുക്കണേ. അങ്ങനെ ഏതെങ്കിലും അതാ സന്ദർഭങ്ങളിൽ അവസരം കിട്ടുകയാണെങ്കിൽ ആ നിലക്ക് ഖബറാളികൾക്ക് വേണ്ടി ഖബറിന്റെ സമീപത്ത് പോയിട്ടോ അല്ലാതെയോ ഒക്കെയും മരണപ്പെട്ടവർക്ക് വേണ്ടി നിർവഹിക്കാവുന്ന ദുആ പാടില്ലെന്ന് ആരാ പറഞ്ഞത്? ഇല്ല, അതിനൊരു വാദമില്ല. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്ന കൂട്ടക്കാരാണ്. അതെ, അങ്ങനെ പറഞ്ഞാലല്ലേ ജനത്തെ തടഞ്ഞു നിർത്താൻ പറ്റൂ. അതേ ഈ രൂപത്തിലാണ് പ്രചരണങ്ങൾ. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇവർക്ക് ഔലിയാക്കളില്ലെന്നാ പറയുന്നത്, ഇവർ കറാമത്ത് വിരോധികളാണെന്നാ പറയുന്നത്. നോക്കണം പ്രിയപ്പെട്ടവരെ, ഔലിയാക്കളെ ആരാ നിഷേധിച്ചത്? ഖുർആൻ പറഞ്ഞവരല്ലേ പടച്ചവനോട് അടുപ്പം കിട്ടിയ ആളുകളുണ്ടെന്ന്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون. അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പടച്ച റബ്ബിൽ വളരെ വിശ്വാസമുള്ള, തെറ്റുകളൊന്നും സംഭവിക്കാതെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആ നല്ലവരായ ആളുകൾ. അവര് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ആർക്കാണതിൽ എതിർപ്പുള്ളത്? പക്ഷേ മുജാഹിദുകൾ ചില ആളുകളെ എതിർക്കുന്നുണ്ട്. ഔലിയാ വേഷധാരികളുണ്ട്, അവരെ ഞങ്ങൾ അംഗീകരിക്കൂല. എന്താ കാരണം? അവർ ഔലിയാക്കളുടെ ഗണത്തിൽ പെടുന്നവരല്ല. കാരണം ഇവര് പരിചയപ്പെടുത്തുന്ന പല ഔലിയാക്കന്മാരും നിസ്കാരമില്ല, നോമ്പില്ല, അതേപോലെ തന്നെ വൃത്തിയില്ല, കുളിയില്ല, അതേ എല്ലാ രൂപത്തിൽ ഇസ്ലാം എങ്ങനെയൊക്കെ
ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും ഉള്ളവരെ ഔലിയാക്കളായി കാണുന്നില്ല. മറിച്ചതാ പലപ്പോഴും തലക്ക് സുഖമില്ലാത്ത ആളുകളെ, അതേ വേങ്ങരയിൽ കോയപ്പാപ്പ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ കുളിച്ചിട്ട് പോലുമില്ലാത്ത ഒരു സുഖമില്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഖബർ കെട്ടിപ്പടുത്തിട്ട് അതേ താജുൽ ഔലിയാ വേങ്ങര കോയപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 1 മീറ്റർ നീളമുള്ള പേരും കൊടുത്തിട്ട് അവിടെ ഒരു ദർഗയുണ്ടാക്കിയില്ലേ? പ്രിയപ്പെട്ട മുസ്ലിമേ, ഔലിയാക്കൾ എന്ന് പറയുന്നത് ഇവരാണോ? ഇത് മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല. അള്ളാനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് വലിയകൾ. അവർ നിസ്കരിക്കുന്നതും നമ്മൾ കാണും. ചിലര് പറയുന്നു തിന്നുന്നതേ കാണൂ, നിസ്കരിക്കുന്നത് കാണൂല. അതെ, അവര് നിസ്കരിക്കുന്നത് കണ്ടില്ലെങ്കിലും കുറ്റം പറയാൻ പാടില്ല പോലും എന്നാ മുസ്ലിയാക്കൾ പറയുന്നത്. എന്തേ കാരണം? മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് പോലും പറയുന്നു അത്രേ, വഖാലൂലി യാ ഹാദാ തറക്ത സ്വലാതക വലം യഅലമു അന്നീ ഉസല്ലി ബിമക്കത. അതേ, മുഹീദ്ദീൻ ശൈഖ് എപ്പോഴും മക്കത്ത് പോയിട്ടാണ് അത്രേ നിസ്കരിക്കാറുള്ളത്. അതുകൊണ്ട് ശൈഖിന്റെ കാലത്ത് ശൈഖ് നിസ്കരിക്കുന്നത് പലപ്പോഴും ആളുകൾ കണ്ടില്ല. അതല്ലേ മടവൂർ ശൈഖിനെ പറ്റിയും ഇന്നും പറയുന്നത്.